മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ് മലപ്പുറം. പൊന്നാനിയിൽ നിന്ന് ഇ.ടി. മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും മാറ്റിയിട്ടാണ് ഇത്തവണ ലീഗ് കളത്തിലിറങ്ങിയത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെ തന്നെ CPM രംഗത്തിറക്കി. ഡോക്ടർ അബ്ദുൽ സലാമാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഷഹദ് റഹ്മാൻ മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷഹദ് റഹ്മാൻ. മത്സരം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. കാരണം മത്സരം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ E.T. മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ വസീഫ്, അബ്ദുൽ സലാം 3 സ്ഥാനാർത്ഥികളും റോഡ് ഷോയും അതുപോലെ തന്നെ പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിലുടനീളം 3 സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് LDFിന്റെ സ്ഥാനാർത്ഥി വസീഫിന്റെ റോഡ് ഷോ ആരംഭിക്കുന്ന ഇടത്താണ്. പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ റോഡ് ഷോ നടക്കും. വലിയ രീതിയിൽ ജനപങ്കാളിത്തം 3 സ്ഥാനാർത്ഥികളുടെയും ഇത്തരത്തിൽ റോഡ് ഷോയിലും അതുപോലെ തന്നെ അല്ലാതെയുള്ള പൊതുപരിപാടികളിലും ഒക്കെ തന്നെയുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് കുട്ടിക്കലാശമൊക്കെ ആരംഭിക്കുക. ആ ഘട്ടത്തിൽ വലിയ രീതിയിലൊരു ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മലപ്പുറം കുന്നുമ്മലിലാണ് ഇന്ന് ഈ കുട്ടിക്കലാശം പ്രതീക്ഷിക്കുന്നത്. 3 പാർട്ടിയുടെയും പ്രതിനിധികൾ അതുപോലെ തന്നെ പ്രവർത്തകർ, സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ കുന്നുമ്മലിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും ഇന്ന് കുട്ടിക്കലാശം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം LDF സ്ഥാനാർത്ഥി വസീഫിന്റെ റോഡ് ഷോ ഇവിടെ നിന്നും ആരംഭിക്കും. എന്നിട്ട് ഈ പെരിന്തൽമണ്ണ നഗരം ചുറ്റി ഇത്തരത്തിൽ പരമാവധി വോട്ടർമാരെ കണ്ട് അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്ത് തുടർന്ന് വോട്ട് അഭ്യർത്ഥിക്കാനായി മറ്റിടങ്ങളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീറിന്റെ റോഡ് ഷോ ഇന്നുണ്ട്. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിന്റെ റോഡ് ഷോയും ഇന്നുണ്ട്. അത്തരത്തിൽ സജീവമായി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കളം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാന അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കൊട്ടിക്കലാശത്തിലേക്ക്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വൈകിട്ട് 4 മണിയോടുകൂടി കൊട്ടിക്കലാശം ആരംഭിക്കും. ഇന്നത്തെ ഈ ഒരു ദിനം അവസാനിക്കുമ്പോൾ നാളെ നിശബ്ദ പ്രചാരണമാണ്. പരമാവധി വീടുകളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരിക്കും നാളെ ഉണ്ടാവുക. മറ്റന്നാളെ വോട്ടർമാർ അവർ വിധി എഴുതാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ.